ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളേജ് എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. അതോടൊപ്പം വീഡിയോ മാക്സിമം കുറേ ആൾക്കാർക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാം നിങ്ങൾ നോക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെപ്പോലുള്ള യൂട്യൂബുകാർക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണമുള്ളതും അതേപോലെ തന്നെ റിസ്ക് ഉള്ളതും അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങളിതിൽ ഞാൻ ഡിസ്ക്ലെയിമർ ഞാൻ ഇപ്പോൾ തന്നെ പറയാം, ഞാനൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടൊന്നും അല്ല. അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഇല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനും എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരും. പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും 100% റിസർച്ച് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റിസ്ക് ഫാക്ടറൊക്കെ എടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മളിതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും പൈസൻ്റെ ഇടപാടാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച്, നല്ല രീതിയിൽ തന്നെ സ്മാർട്ട് വൈസ് ചിന്തിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു മീം കോയിൻ റിസർച്ച് ചെയ്തിട്ട് അത് നല്ലതാണോ ഇല്ലയോ, അതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഇന്നൊരു വഴി നല്ലതാണോ എന്നുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളിലേക്ക് എന്താണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. 2025 നിങ്ങളുടെ കയ്യിൽ ഒരു ഫാൻറ്റം വാലറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ഓപ്പർച്യൂണിറ്റികളാണ് നമ്മുടെ ഇവിടെ ക്രിപ്റ്റോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൗ ടു ട്രേഡ് എ മീം കോയിൻ, ഹൗ ടു ഫൈൻഡ് എ മീം കോയിൻ ടു ട്രേഡ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫാൻറ്റം വാലറ്റ് ആണ്. അപ്പോൾ ഈ ഫാൻറ്റം വാലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെ നിന്ന് കിട്ടും? ഫാൻറ്റം വാലറ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഫാൻറ്റം വാലറ്റിൽ നമുക്ക് സോള്, ETH, ബിറ്റ് കോയിൻ അങ്ങനെയുള്ള കുറച്ച് കോയിൻ്റെ നെറ്റ്വർക്കും കോയിൻസും അതിൽ കൊണ്ടുവരുന്ന മീം കോയിൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഫാൻറ്റം വാലറ്റിൽ ഉപയോഗിക്കാൻ പറ്റുക. റീസെൻ്റ്ലി നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നമ്മുടെ ഫിഞ്ച് കോയിനൊക്കെ ഫാൻറ്റം വാലറ്റിലല്ലേ എല്ലാവരും എടുത്തിട്ടുണ്ടാവുക. അതൊരു കാര്യം തന്നെ. ഈ ഫാൻറ്റം വാലറ്റ് നിങ്ങൾക്ക് മസ്റ്റാണ്, ഫാൻറ്റം വാലറ്റ് നിങ്ങൾക്ക് വേണം. രണ്ടാമത്തത് നിങ്ങൾ എന്താണ് അറിയേണ്ടത് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഡെസ്ക് സ്ക്രീനർ ആണ്. അപ്പോൾ ഈ ഡെസ്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലാണ് ഒരുപാട് കോയിൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുക. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ കോയിൻ നല്ലതാണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റെഗ് ചെക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടാവും റെഗ് പുള്ളായി, നല്ല രീതിയിൽ തന്നെ വാല്യൂ കുറഞ്ഞു, എൻ്റെ നഷ്ടമായി, എനിക്ക് കുറേ ലോസായി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ഓരോ കോയിനും നിങ്ങൾ വിശ്വസിക്കരുത്, അവർ റെഗ് പുൾ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവൻ്റെ കയ്യിലുള്ള ഹോൾഡ് അവർ സെല്ല് ചെയ്തിട്ട് അവർക്ക് ലാഭമാകുമ്പോൾ അവരെന്ത് ചെയ്തു, മൊത്തം ഹോൾഡ് സെല്ല് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും നഷ്ടം ഉണ്ടാക്കിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ ചാർട്ടിലുള്ള ഏറ്റവും ഒറ്റയടിക്ക് 0 വരിക, ഇല്ലെങ്കിൽ ഏറ്റവും അടിക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലേക്ക് വരിക എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഈ റെഗ് പുൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഗ് പുൾ എന്ന് പറയുന്നത് ഈ റെഗ് ചെക്കറിൽ നമുക്കത് ചെക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ആ വെബ്സൈറ്റും നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് വെക്കണം. അതേപോലെ തന്നെ നമുക്ക് അടുത്ത് മനസ്സിലാക്കേണ്ടത് ലിക്വിഡിറ്റി ആണ്. ഇതിന് എത്രത്തോളം ലിക്വിഡിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ കോയിൻ വാങ്ങാനോ ഇല്ലെങ്കിൽ വാങ്ങണോ വേണ്ടിയോ എന്നുള്ളൊരു കാര്യം നോക്കേണ്ടത്. അതേപോലെ തന്നെ ചെക്ക് ലോക്ക് പാഡാണ്. എന്താണെന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിറ്റിയിൽ അവിടെ ഒരു സിമ്പിൾ ഉണ്ടാവും. ഇതെല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് പോയി കാണിച്ചു തരാം, നിങ്ങൾ പേടിക്കേ വേണ്ട. അതേപോലെ തന്നെ ഇതിൽ ആരാണ് ഹോൾഡേഴ്സും നമ്മൾ അറിയണം. അതേപോലെ തന്നെ ഇതിൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസും നമ്മൾ അറിയണം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മീം കോയിൻ നല്ലതാണോ ഇല്ലയോ എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോ കണ്ടുമ്പോൾ നിങ്ങൾക്ക് അറിയും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോകുന്നത് ഏതാണ്, ഞാനിവിടെ ഫാൻറ്റം വാലറ്റ് ആണ് പോകുന്നത്. അപ്പോൾ ഫാൻറ്റം വാലറ്റിൽ ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന കോയിൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ എടുത്തും കൊണ്ട് നമുക്ക് എന്താണ് അത് ഇതിൻ്റെ ഇല്ലെങ്കിൽ ഡെസ്ക് സ്ക്രീനറിലോ റെഗ് ചെക്കറിലോ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന കാരണമാണ് ഇടയ്ക്ക് വായൊക്കെ തെറ്റുന്നത്, നിങ്ങൾ ക്ഷമിക്കി. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഫാൻറ്റം വാലറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഫാൻറ്റം വാലറ്റിൽ ഇപ്പോൾ നമുക്ക് മീം കോയിൻസ് ഒക്കെ കാണാനും പറ്റും. അപ്പോൾ ഏതൊക്കെ മീം കോയിൻസ് ആണ് ഇപ്പോൾ ആൾറെഡി മാർക്കറ്റിൽ ഉള്ളത്, ആ ഒരു മീം കോയിൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാസ്വേഡൊക്കെ അടിക്കുന്നുണ്ട്. നിങ്ങൾ ആരും ഇതൊന്നും ചെക്ക് ചെയ്ത് എന്നെ ഹാക്ക് ചെയ്യരുത്. അപ്പോൾ ഞാൻ ആൾറെഡി ജെല്ലി എന്ന് പറയുന്നതിൽ കുറച്ച് ഡോളേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൾറെഡി ഞാനത് വിഡ്രോ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സ്വാപ്പ് ഓപ്ഷനിലേക്ക് വന്നു. അപ്പോൾ ഈ സ്വാപ്പ് ഓപ്ഷനിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും റാങ്കിൽ നിൽക്കുന്ന കോയിൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ജെല്ലി എന്ന് പറഞ്ഞ കോയിനാണ് ഇപ്പോൾ ടോപ്പ് റാങ്കിൽ നിൽക്കുന്നത്. ഒരു $0.15 സംതിങ്ങിലാണ് നമ്മുടെ ഇതിൽ ഒരു ടോക്കൺ നിൽക്കുന്നത്. ഞാൻ ആൾറെഡി ഇതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടോക്കൺ നമുക്ക് എവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം, ഡെസ്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. എന്നിട്ട് ഇത് ഇനി വാങ്ങണോ വേണ്ടിയോ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരെ പോവാണ് നമ്മുടെ ഡെസ്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലേക്ക്. അപ്പോൾ ഈ ഡെസ്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോയിൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആ ഒരു കോയിൻസ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ജെല്ലി എന്ന് പറഞ്ഞ കോയിൻസ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇതിൻ്റെ ലിക്വിഡിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ ലിക്വിഡിറ്റി നല്ല മാക്സിമം ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞു ഒരു ചെക്ക് ലോക്ക് പാഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, ഈവനിങ് ആണ്, ക്ഷമിക്കും. അപ്പോൾ ഈ ചെക്ക് ലോക്ക് പാഡ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലിക്വിഡിറ്റി നമ്മൾ
ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ലിക്വിഡിറ്റി ചെക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലോക്ക് പാഡ് അവിടെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ കോയിൻ അപ്പോൾ വാങ്ങാൻ പറ്റും. ഇപ്പോൾ അവർ എന്ത് ചെയ്തിരിക്കുകയാണ്, കുറച്ച് സെല്ല് ചെയ്ത് വരികയാണ്. അപ്പോൾ സെല്ല് ചെയ്ത് വരുമ്പോൾ ആ ലോക്ക് ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ആ കോയിന് നല്ല രീതിയിൽ തന്നെ വാല്യൂ കുറയും. അപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പ്രോഫിറ്റ് അവർ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾറെഡി ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രോഫിറ്റ് ഒക്കെ എന്ത് ആവുമ്പോഴാണ്, ലോസ് ആയിക്കൊണ്ടിരിക്കാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായല്ലോ. ആദ്യം തന്നെ ഡെസ്ക് സ്ക്രീനിലേക്ക് വരാം. അപ്പോൾ വീണ്ടും അവിടെ ഇങ്ങനെ ആൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു 5 മില്യൺ എന്ന് പറഞ്ഞ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. 1 അവറിൽ 10% കുറഞ്ഞു. അപ്പോൾ അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഡെസ്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. നിങ്ങൾ ആദ്യം തന്നെ ഇതിലെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്രത്തോളം സെൽ വാല്യൂ, എത്രത്തോളം ആൾക്കാരാണ് ഇത് സെല്ല് ചെയ്തത്, അതേപോലെ തന്നെ എത്രത്തോളം മാർക്കറ്റ് ക്യാപ്പാണ് ഇതിനുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഇപ്പോൾ കറൻറ്റ്ലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ $0.0062 സോൾ ആണ്. അതായത് $0.14 ആണ് നമ്മുടെ ഈ ഒരു ജെല്ലി മൈ ജെല്ലി എന്ന് പറയുന്ന ടോക്കൺ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് ക്യാപ്പും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എത്രത്തോളം ആൾക്കാർ സെല്ല് ചെയ്തു എന്നുള്ള ഹോൾ ഡീറ്റെയിൽസ് നമുക്ക് ഡെസ്ക് സ്ക്രീനിൽ കിട്ടും. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് എന്താണ്, ഇത് നല്ലൊരു റെഡ് ബുള്ളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ നേരെ എന്ത് ചെയ്യുക, ഏറ്റവും ഒന്ന് ഡൗണിൽ അല്ലെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജെല്ലി മൈ ജെല്ലി എന്ന് പറയുന്ന ടോക്കണിൻ്റെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കിട്ടും. നിങ്ങൾ അതെന്ത് ചെയ്യുക, അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ഈ റെക്ചെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലേക്കാണ്. അപ്പോൾ ഈ റെക്ചെക്കർ എന്നുള്ള വെബ്സൈറ്റ് എന്തിനാണ്, ഈ ഒരു കോയിൻ നല്ലതാണോ ഇല്ലയോ, ഇതിൽ എത്ര ആൾക്കാർ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇത് അങ്ങനെ ഒരു കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഈ റെക്ചെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ഒരു കോയിൻ്റെ ഇവിടെ അതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്, എന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഇതിൻ്റെ റിസ്ക് അനാലിസിസ് നമുക്ക് കിട്ടും. ഇത് ഗുഡ് തന്നെയാണ്, ഇപ്പോൾ ഗുഡാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ടോക്കൺ റിവ്യൂ, എത്രത്തോളം സപ്ലൈ, അതേപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. എത്രത്തോളം LP ലോക്ക്ഡ്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കസ്റ്റം ഡൊമൈൻ കിട്ടും. കസ്റ്റം ഡൊമൈൻ ഫോർ ദ ടോക്കൺ ഫോർ യൂസേഴ്സ് ടു അക്രോസ് ദ എക്കോസിസ്റ്റം, എത്രത്തോളം ബുള്ള്, എത്രത്തോളം അത് കുറഞ്ഞു, അതേപോലെ തന്നെ മാർക്കറ്റിൽ എത്ര ലിക്വിഡിറ്റി ഉണ്ട്, എത്ര ആൾക്കാർ ഇത് ലോക്ക് ചെയ്തു, അങ്ങനെയുള്ള എല്ലാ ഹോൾ ഡീറ്റെയിൽസ് നമുക്ക് റെക്ചെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് മസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ താഴെ ഈ കോയിൻ വാങ്ങണം വേണ്ടി എന്നുള്ളൊരു ഓപ്ഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ LP ലോക്കേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ കുറച്ചുണ്ട്. ഇവിടെ റേഡിയം എന്ന് പറയുന്ന ആൾക്കാർ $77 സംതിങ്ങിനും, അതേപോലെ തന്നെ $19,403 സംതിങ്ങിനും, അതേപോലെ തന്നെ $109 സംതിങ്ങിനും, $38 സംതിങ്ങിനും, അങ്ങനെ കുറേ ആൾക്കാർ LP ലോക്കേഴ്സ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു കോയിൻ വാല്യൂ കുറയോ, തീർച്ചയായിട്ടും കുറയും. ഇവരൊരു ആൾക്കാർ ഏതെങ്കിലും ഒരു കോയിൻ്റെ അവർ ഹോൾഡ് ചെയ്ത് വെച്ച് റിലീസ് ചെയ്ത് ഇല്ലെങ്കിൽ വിറ്റു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താണ് അത് ഹോൾഡ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ വാല്യൂ കുറയാനുള്ള കുറേ സാധ്യതകളുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ടോപ്പ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അക്കൗണ്ട് എടുത്ത് നോക്കി പറഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ എത്രത്തോളം എമൗണ്ട് വെച്ചിട്ടാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളൊരു നമുക്ക് ഇവിടെ 18 മില്യൺ, 17 മില്യൺ, 9.6 മില്യൺ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 7.24% ടോപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഹോൾഡേഴ്സ് ഒരുപാട് ഉണ്ടെങ്കിൽ അവരൊക്കെ എന്തായാലും എപ്പോഴായാലും വിൽക്കും. നിങ്ങൾ ഈ കോയിൻ വാങ്ങാന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക് തന്നെയാണെന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിലൊക്കെ ഇവർ വിൽക്കാനുള്ള സാധ്യതയില്ലേ, തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴാണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഒരു കോയിൻ ലോഞ്ച് ആയ ദിവസം ഇല്ലെങ്കിൽ ലോഞ്ച് ആയി നമുക്ക് നോട്ടിഫിക്കേഷൻ ഓണാക്കിയൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണ് ഇത് ലോഞ്ച് ആയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്പോൾ വാങ്ങുക. അപ്പോൾ വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ കുറച്ചൊന്ന് പരീക്ഷിച്ച് നോക്കുക, അതിലൊന്നും നോക്കി നിൽക്കുക. ഇതിൽ മീം കോയിൻസിലൊന്നും ഈ ഒരു കുറേ ആൾക്കാർ പറയുന്ന പോലെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ വട്ടത്തിൽ മൂഞ്ചുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ എന്തായാലും കോൺസെൻട്രേറ്റ് ചെയ്യണം. കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ചാർട്ട് നോക്കിയിട്ട് പെട്ടെന്ന് വല്ല വാല്യൊക്കെ കുറയുന്നുണ്ടതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ സ്വാപ്പ് ചെയ്ത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോയിനായിട്ട് അത് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വിചാരിച്ച കാരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഒന്ന് ഫാൻഡം, അതേപോലെ തന്നെ ഡെസ്ക് സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്, അതേപോലെ തന്നെ റെക്ചെക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. അതിൽ നിങ്ങൾ ലിക്വിഡിറ്റി നോക്കണം, ലോക്ക് പാഡ് നോക്കണം, അതേപോലെ തന്നെ ആരൊക്കെയാണ് ഹോൾഡ് ചെയ്തതെന്ന് നോക്കണം. റേഡിയം അങ്ങനെയുള്ള പല വലിയ കമ്പനികളാണ് ഹോൾഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആരാണ് ലോക്ക് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ആരാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇനീഷ്യലായിട്ട് വരുന്ന ഏത് കോയിനും നിങ്ങളെ കൊണ്ട് വാങ്ങാം. നല്ല രീതിയിൽ തന്നെ പ്രൈസ് കിട്ടാനും ഒരുപാട് സാധ്യത ഇതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാനിതിൽ അടുത്തുകൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ടെലിഗ്രാം ലൂട്ട് തന്നെയാണ്. ഇനി വെറും ടെലിഗ്രാം ലൂട്ടിൽ 3 ലൂട്ട് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ബാക്കി എല്ലാ ലൂട്ടും നമുക്ക് കഴിഞ്ഞു. അപ്പോൾ
ഓൾമോസ്റ്റ് എൻ്റെ പൈസ അങ്ങനെ കിട്ടാനുള്ള വഴികളൊക്കെ എന്തായി അടഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു സർപ്രൈസ് ഒക്കെ കുറേ ആൾക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ആ സർപ്രൈസ് എന്തായാലും കൊടുക്കുന്നുണ്ട്. ഞാൻ അത് ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ഇട്ട ആളിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്തായാലും ടെലിഗ്രാം പേജിൽ ഞാൻ അറിയുകയൊക്കെ ചെയ്യും. മേ ബി ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞൊരു ലൂട്ടിലും അതുപോലെ തന്നെ എയർടെൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലൂട്ടിലും അതുപോലെ തന്നെ അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൂട്ടിലും നിങ്ങൾ മസ്റ്റായിട്ട് കയറുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറിയാൽ മതി, പൈസ വേണമെങ്കിൽ കയറിയാൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാരണം കയറണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താണ് കൊടുക്കേണ്ടത്, നമ്മുടെ UPI ആണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ UPI നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും, നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്ന് കിട്ടും. ഈ UPI ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ വേറെ ഏതൊരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവില്ല, ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതിലൊരു അക്കൗണ്ട് എടുക്കുക, ആധാറും പാനും കൊടുത്ത് KFC കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഗൂഗിൾ പേയിലെ കാശ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാശ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ലിങ്കുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് കയറിയാൽ മതി. ചാനലിലൊന്ന് കയറിയിട്ട് അവിടെ ലൂട്ട് ക്യാമ്പയിൻ എന്നൊക്കെ സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ എനിക്കിന്ന് വൈകുന്നേരം 5.54 എനിക്കിപ്പോൾ ഒരു പൈസ കയറിയിട്ടുണ്ട്. 160 രൂപ 125 രൂപേൻ്റെ സംഭവം കഴിഞ്ഞു. 100 രൂപേൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ 80 രൂപേൻ്റെ ഉണ്ട്. നിങ്ങൾക്ക് 170 രൂപയാണെങ്കിൽ എനിക്ക് 160 രൂപ, നിങ്ങൾക്ക് 100 രൂപയാണെങ്കിൽ എനിക്ക് 80 രൂപ. അതേപോലെ തന്നെ അപ്സ്റ്റോക്സിൽ രണ്ടാൾക്ക് 100 രൂപയാണ്. അപ്പോൾ കയറേണ്ടവർ എന്തായാലും മസ്റ്റായിട്ട് കയറാൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഡെസ്ക് സ്ക്രീനർ, റെഡ് പുള്ളും അതേപോലെ തന്നെ ഫാൻറ്റം വാലറ്റ് നമുക്ക് എന്തായാലും റെഫർ ചെയ്തിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു കോയിൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം പംപ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിലൊക്കെ. ഞാൻ ഇപ്പോൾ പറഞ്ഞ് തെറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എന്തായാലും വായിൽ അങ്ങനെ വരും, എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ആ വെബ്സൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് കുറച്ച് ഹോൾഡ് ചെയ്യാം, എന്നിട്ട് കുറേ ആൾക്കാരെ കൊണ്ട് വേടിപ്പിച്ചിട്ട് ഫുള്ള് വിൽക്കാം, എന്നിട്ട് അവരിനെയൊക്കെ പറ്റിക്കാൻ ഞാൻ കുറേ പൈസ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ സ്കാം ചെയ്യാനുള്ള കാര്യമൊന്നുമല്ല പറയുന്നത്. നമ്മളാരും വാങ്ങണ്ട, നമുക്ക് എന്തായാലും അപ്പുറത്ത് വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ വേടിപ്പിച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്ന് റെക്ഫുള്ളൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഐഡിയ ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.